ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലത്തിൻ്റെ മൂന്നാർ എന്ന് വിശേഷിപ്പിക്കുന്ന അമ്പനാട്ടിലേക്കാണ്. സദാസമയം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ട്രാക്ടറുകളും മന്ദം മന്ദം ഒഴുകുന്ന അരുവികളും മൂന്നാറിനെ ഓർമ്മപ്പെടുത്തുന്ന തേയിലത്തോട്ടങ്ങളും യാത്രാമധ്യേ കാണപ്പെടുന്ന ചെറു വെള്ളച്ചാട്ടങ്ങളും ആരെയും വശ്യപ്പെടുത്തുന്ന വന്യതയുടെ ഭംഗിയും അങ്ങനെ കാഴ്ചകളാൽ സമൃദ്ധമാണ് അമ്പനാട്. വരൂ, നമുക്ക് അമ്പനാടിലേക്ക് ഒരുമിച്ച് പോകാം. തെന്മല റൂട്ടിലുള്ള കഴുതിരുട്ടി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം അമ്പനാട്ടിലേക്ക് പോകാൻ. കഴുതിരുട്ടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഈ ഒരു വഴിയുള്ളത്. ഇതിൻ്റെ തുടക്കത്തിൽ ഹാരിസൺസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ബോർഡ് കാണാം. ഇസ്ഫീൽഡ് എസ്റ്റേറ്റിലേക്കാണ് നമ്മൾ ഈ കയറുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി കൊക്കോ മരങ്ങളും റബ്ബർ മരങ്ങളും നമുക്ക് കാണാൻ കഴിയും. തെന്മലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടുത്ത സ്പോട്ടായി ചൂസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അമ്പനാട്. തെന്മലയിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ദൂരം മാത്രമേ അമ്പനാട്ടിലേക്കുള്ളൂ. KSRTC സർവീസ് ഉപയോഗിച്ചും അമ്പനാട്ടിലേക്ക് എത്താവുന്നതാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് പുനലൂരിൽ നിന്ന് വിടുന്ന KSRTC 2:40 അമ്പനാട്ടിൽ എത്തിച്ചേരുന്നതാണ്. ദേ ആ കാണുന്നതാണ് അമ്പനാടൻ മലനിരകൾ. ഹാരിസൺ കമ്പനിയുടെ ഒരു ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഫാക്ടറിയുടെ എതിർവശത്തായി തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സും കാണാം. പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലായി വീണ്ടും ചെറിയ ചെറിയ ക്വാർട്ടേഴ്സുകൾ കാണാൻ കഴിയും. നെടുമ്പാറയില ശ്രീ മഹാദേവ ക്ഷേത്രം. ഇത് അമ്പനാട് പോകുന്ന വഴിക്കുള്ള ഒരു അമ്പലമാണ്. തമിഴ്നാട് ബോർഡറാണ്. തമിഴ് എഴുതിയേക്കുന്നത് തമിഴ്നാട് ബോർഡറാണ്. കുരിച്ചെടി ഉള്ള 5-6 കുരിച്ചെടി ഉണ്ട്. നമ്മളിപ്പോ 5-6 കുരിച്ചെടി കണ്ട് പള്ളി കണ്ട്. ഇതാണ് നമ്മള് റീൽസിലെ കാണാറുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം. നമ്മൾ ഈ അമ്പനാട്ടിൽ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു റേഷൻ കടയാണ്. ചർച്ച ഉണ്ടോ? പള്ളി ചർച്ച ഉണ്ട്. പള്ളി തന്നെ ഇപ്പൊ 4-5 പള്ളിയാണ് കണ്ടത്. സത്യം ഇഷ്ടംപോലെ കണ്ടിപ്പോ പള്ളി. മൗണ്ട് കാർമലിന്റെ സ്കൂള്. അപ്പൊ ഇതും ആ ചർച്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്കൂളാണ്. മോനെ നീ എന്റെ കളിയാ എത്രാമത് നോക്ക്. നമ്മളെ നാട്ടിൽ പോലും ഇത്രയും ബസ് സ്റ്റോപ്പ് ഇല്ല. ഹലോ ഗൈസ്, സോ ഞങ്ങള് അമ്പനാട്ടിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ യാത്രാമധ്യേ ഒരു ചെറിയൊരു സഹായം ഞങ്ങൾ കണ്ടു. അപ്പൊ അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അതിനടുത്തായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഒരു മാരിയമ്മന്റെ ഒരു അമ്പലമാണ്. ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഇതാണ് ആ അമ്പലം, കറുപ്പസ്വാമി ശിവക്ഷേത്രം. അപ്പൊ ഇതിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു അരുവി കാണാം. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ആ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഇനിയും പോകാനുണ്ട് കുറെ. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. പോകുന്ന വഴിക്ക് സൈഡിലായി ഒരു ക്വാർട്ടേഴ്സ് കാണാം. റോഡിൻ്റെ ഇടത്തെ വശത്ത് പൈനാപ്പിൾ കൃഷിയും വലത്തെ വശത്ത് ഓറഞ്ച് കൃഷിയുമാണ് ചെയ്യുന്നത്. കൂടാതെ ഈ കൃഷി സംരക്ഷിക്കുവാനായി റോഡിൻ്റെ 2 വശത്തും ഇലക്ട്രിക് കമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട്. മലനിരകളിൽ മൊത്തം കൃഷിയാണ്. കുന്നുകളിലൊക്കെ ആ പാറയൊക്കെ കണ്ടു. ഇപ്പൊ കന്നുകാലികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ റോഡ് കയറി. അതെ അതെ അതെ, മൊത്തം കന്നുകാലികളാണ്.
സമയം രാവിലെ 9 മണിയോടടുത്ത് കാണും. ഈ ഒരു വെയിലൊന്നും ഞങ്ങൾക്ക് ചൂടേകിയതേയില്ല. പോരാത്തതിന് അവിടുത്തെ അന്തരീക്ഷം അത്രത്തോളം തണുപ്പേറിയതായിരുന്നു. അപ്പോൾ വഴിയരികിൽ ഇതേപോലെയുള്ള ചെറിയ അരുവികൾ കാണാം. ആ അരുവികളുടെ സൈഡിലായിട്ട് തന്നെ പൈനാപ്പിൾ തോട്ടവും കാണാം. കണ്ടില്ലേ, മലനിരകൾ മൊത്തവും പൈനാപ്പിൾ. പിന്നെ ഈ വരുന്ന വഴിക്ക് സൈഡിലായിട്ട് റബ്ബർ തോട്ടവും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇത് ക്വാർട്ടേഴ്സ്, എല്ലാ സൈഡിലും ക്വാർട്ടേഴ്സ് കാണാം. ബസ് സ്റ്റോപ്പ്, അജ്മല് ബസ് സ്റ്റോപ്പിന്റെ കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അതെ, എന്നാലും വെച്ചാൽ അജ്മൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കൂടുതലും ജോലി ചെയ്തു പോരുന്നത് തമിഴ് തൊഴിലാളികളാണ്. അവർക്കായി താമസിക്കാൻ കമ്പനി തന്നെ നൽകിയ ക്വാർട്ടേഴ്സുകളായിരിക്കാം ഇവ. പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുത്ത ഒരു ടീ എസ്റ്റേറ്റാണ് അമ്പനാട് ടീ എസ്റ്റേറ്റ്. ഇപ്പോൾ ഈ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടു പോകുന്നത് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാണ്. കൊല്ലം ജില്ലയിലെ ഒരേ ഒരു ടീ എസ്റ്റേറ്റ് അമ്പനാടാണ്. മൂന്നാർ കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ തേയിലത്തോട്ടമുള്ളതും അമ്പനാട്ടിലാണ്. അതുകൊണ്ടാവണം അമ്പനാടിനെ കൊല്ലത്തിൻ്റെ മൂന്നാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. പോകുന്ന വഴിക്ക് കണ്ണിന് കുളിർമയേകുന്ന ചെറുവെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങോട്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ പണി പോവാം. ഇതൊക്കെ രണ്ടാം ഈ പണി കുറേ സ്ഥലത്ത് പോവാം. നല്ല പൊക്കത്തിലോട്ടാ പോകാം കേട്ടോ. ഞങ്ങൾ ഈ ഓഫ് റോഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. നല്ല വെയിലുള്ള സമയത്താണ്. അതെ, അതും ഇത്ര നല്ല വെയിലുള്ള സമയത്ത്. ഇത് ആനപ്പിണ്ട അതായത് ഞങ്ങള് റിസ്ക് എടുത്താണ് ഈ പോകുന്നത്. വഴിയിൽ ആനപ്പിണ്ടം കണ്ടു കഴിഞ്ഞു. ആന കണ്ടില്ല, ആന ഇതുവരെ കണ്ടില്ല. അപ്പൊ എന്തായാലും പ്രതീക്ഷിക്കുക എവിടെയെങ്കിലും അടുത്ത ആന വന്നു.
but the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. ഗായ്സ്, സോ ഞങ്ങള് രണ്ടാമത്തെ ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ടീ ഫാക്ടറി വ്യൂ പോയിന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി ഒരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്, ഡബിൾ ഡ്രോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. സോ ആദ്യം നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഡു നോട്ട് ക്രോസ് ദിസ് ലൈൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ വരയ്ക്ക് അപ്പുറത്തേക്ക് പോകരുത്, അത് അപകടം ക്ഷണിച്ചു വരുത്തും. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ടീ ഫാക്ടറി ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ ടീ ഫാക്ടറി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. Skipping stones in city streams we find. Let's write a new story, leave the old behind. ഗൈസ്, സോ ഞങ്ങള് ഈ ഒരു വ്യൂ പോയിന്റിൽ ഇരുന്ന് ഈ ഒരു വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ഒരു മണി 11 മണി ആയിട്ടുണ്ട് അല്ലേ? എന്നിട്ട് പോലും ഒരു വെയിലും ഇല്ല, ഒന്നുമില്ല. അത് കൂടാതെ നല്ല തണുപ്പുണ്ട്. ഇപ്പം പണ്ട് തൊട്ടേ ഇവിടെ ഈ ബ്രിട്ടീഷുകാരാണ് ഈ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് 1984 ഇത് തിരുവിതാംകൂർ ഒരു ഇതായിരുന്നു ഹാരിസൺ എന്ന് പറയുന്ന ഒരു കമ്പനി അവരെ ഏറ്റെടുത്ത് നടത്തിയത്. അത് അപ്പം അവരാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ തേയില കൃഷിയും പിന്നെ ഈ ഫാക്ടറിയുടെ കാര്യങ്ങളും എല്ലാം ഇത് നടത്തിക്കൊണ്ട് പോകുന്ന അവരാണ് ഇപ്പം. നമ്മളിപ്പം ഞങ്ങൾ ഒത്തിരി ആഗ്രഹമായിരുന്നു ഇവിടെ അമ്പനാട് വരുന്നതുള്ളത്. അപ്പം നമ്മൾ ഈ ഇവിടെ വന്ന് കാഴ്ചകൾ കാണുന്നതിനെക്കാട്ടി നമ്മൾ വരുന്ന വഴിക്കുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ. എന്ന് പറഞ്ഞാൽ കുറേ പള്ളികളുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കുറേ കുരിശടികൾ ഉണ്ടായിരുന്നു, പിന്നെ അമ്പലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ബസ് സ്റ്റോപ്പുകൾ നമ്മൾ 5-6 ബസ് സ്റ്റോപ്പ് ഉണ്ട് വരുന്ന വഴിക്ക്. കണ്ട് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ റിസോർട്ടുകൾ, പിന്നെ ഗ്രാമീണരുടെ വീടുകൾ. അതെ, പിന്നെ അവർക്ക് താമസിക്കാനായിട്ട് കുറേ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് അമ്പനാട്ടിലെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് 3 വ്യൂ പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ. പിന്നെ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഈ ഗ്രാമീണ വഴികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇങ്ങനെ വരാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞിട്ട് വേറൊരു വഴി കൂടെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണമെന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇത് കയറുമ്പോഴത്തേക്ക് കുറച്ച് ഈ വഴികളൊന്നും കൊള്ളത്തില്ല, മൊത്തം പൊളിഞ്ഞിടക്കുക. അതെ, ഓഫ് റോഡാണ്. അപ്പം ഓരോ യാത്രയും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് തരുന്നത്. അതെ. അപ്പം അടുത്ത വീഡിയോക്ക് കാണുന്നത് വരെക്കും ബൈ.